ഹൈസ്കൂൾ വിഭാഗം നാടോടി മത്സരം കൃത്യം 9:30 ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ കുറെ കാലം പരിചയപ്പെട്ട് കഴിഞ്ഞു. ചോരയ്ക്കു മറുചോര ചിന്താതെ കൈകളാൽ ആയുധമെടുക്കാതെ അഹിംസയാമുടവാളാൽ മഹായുദ്ധം വിജയിച്ചു ധീരനശ്വര പടകൾ തൻ കുടില സമര വഴികളിൽ നേരിൻ പരിചയാൽ നാടുകാത്ത വീരരെ പോരാടി പടവെട്ടി വിജയിച്ചൊരു മണ്ണിന് മാനത്തെ കാക്കുവാൻ ധീരരെ പോരുവിൻ തോക്കിൻ മുനകളെ വീറുകാട്ടിയെതിരിടാൻ നാടിൻ വിജയമേ ഹൃദയ മധുര ലഹരിയാൽ ഭാരതമേ നീ എന്നും ലോകത്തിനു മഹിതമാ സ്വാതന്ത്ര്യ പുലരിയായി എരിയുന്നൊരു ദീപമാ. Super. Okay, all this. Is school? പാലക്കാട് വളരെ നന്നായിട്ട് വളരെ നല്ല പാട്ട്. ഇനിയും ഉയരങ്ങൾക്ക് ഇരുന്നു. മലപ്പുറം സുല്ലം സലാം ഓറിയന്റൽ ഹൈസ്കൂൾ ടീമിലെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തത്? 3 സംഘാടനത്തിൽ പങ്കെടുത്തു. 3 ഏക്കറയിലാണോ? ഗംഭീരം. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയ നാട്ടിലേക്ക് പോകുന്നതല്ലേ? എപ്പോഴാ പോകുന്നേ? വലിയ സ്വീകരണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ നാട്ടില്? 3 ഏക്കറയിൽ കൂടിയാണ് മടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഒരു ചെറിയ പ്രകടനത്തോടു കൂടി തുടങ്ങാം അല്ലേ? ഏതാ, ഉറുദു ആണോ മലയാളമാണോ? ഇതളിടും ഓർമ്മയായി മാറുന്നുവോ ഇന്നും ഈ വെയിൽക്കാറ്റും ഈ വയൽപ്പാട്ടും ഇതളിടും ഓർമ്മയായി മാറുന്നുവോ ഇന്നും. തെങ്ങോലപ്പൂക്കും കായൽ കരയിൽ തേക്കുപാട്ടൊരുങ്ങി തെയ്യം തിരമേളം തേരിറങ്ങി തെന്മല പടവുകളിൽ കാലങ്ങളായി അണയുന്നൊരീ കണ്ണുനീർ തിരിനാളങ്ങൾ നാം ഉണർന്നൊരു ഗാനമാ. ഈ വെയിൽക്കാറ്റും ഈ വയൽപ്പാട്ടും ഇതളിടും ഓർമ്മയായി മാറുന്നുവോ ഇന്നും ഈ വെയിൽക്കാറ്റും. രിഗസദ പദരി രാമ പദ നിസഗദ മഗദ മരിഗസരി. മാടിപൊളി. അപ്പോൾ 3 ഐറ്റത്തിലും എ ഗ്രേഡും നേടിയാണ് മടങ്ങുന്നത് അല്ലേ? സന്തോഷമായല്ലോ എല്ലാവർക്കും? സന്തോഷമായോ?
നിങ്ങളുടെ സ്കൂളാണ് സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു നമ്മയെല്ലാം ഓക്കെ വെരി ഗുഡ് ഓക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് പോത്തല്ലേ സബ്ജിയിൽ വരെ അത് അന്ന് എന്ത് വേഷമാണ് വേഷം ഞാൻ പറയുന്നില്ല പറയാൻ പറ്റാത്തൊരു വേഷം ചെയ്ത് അവസാനിപ്പിക്കുക പറയുന്നില്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേഷത്തിൽ വേഷമൊന്നും കിട്ടുന്നില്ല നമ്മളുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വേഷം ഉണ്ടല്ലോ ഓരോരുത്തർക്കും താങ്കൾ തിത്തണം നമ്മള് വേഷവും കിട്ടുന്നില്ല നമ്മുടെ ജീവിതം ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ വേഷം ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് തൽക്കാലമില്ല ഓക്കെ ഇങ്ങനെ കലോത്സവത്തിൽ വരുമ്പോഴേ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം കാണാനൊക്കെ സൈഡ് അങ്ങനെ കാണുന്നില്ല എന്നല്ലേ പ്രസംഗ വേഷം അല്ലേ മറ്റ് പ്രസംഗത്തിൽ ഭയങ്കര മുന്നിലാണ് പ്രസംഗ വേഷം പ്രസംഗം നല്ല രീതിയിൽ പ്രസംഗം വളരെ നന്നായിരുന്നു ഈ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയം മാറ്റി വെച്ചാൽ ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ഏറ്റവും ഇഷ്ടമാരുടെ പ്രസംഗം പലരുമുണ്ട് ഞങ്ങളുടെ പേര് പറയണമെങ്കിൽ പേര് പറഞ്ഞാൽ ഞങ്ങൾ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല മിമിക്രി ചെയ്യുന്നുണ്ട് അറിയാറ് ഉമ്മൻചാണ്ടി അനുകരിക്കുകയാണെന്നൊരു ഒരു ആക്ഷേപമുണ്ട് അല്ല, മറ്റൊരു കാര്യമുണ്ട് ഈ മിമിക്രി വേദികളിൽ ഉമ്മൻചാണ്ടി അനുകരിക്കാത്ത ഒരു കലോത്സവ മിമിക്രി വേദിയില്ല. ഇത്തവണയും ഉമ്മൻചാണ്ടി അനുകരിച്ചു. ഞാൻ കേട്ടു അത് ഒത്തിരി കുട്ടികളെ അനുകരിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവെന്ന് ഞാൻ കരുതുകയാണ്. കേരളം നൽകുന്ന കുട്ടികൾ നൽകുന്ന ആദരവ്. ഓക്കെ താങ്ക് യു. ഇവിടെ ഉണ്ടാവുന്നില്ലേ ഞാൻ ഒരു ഫോണേ സെൽഫി എല്ലാ പിള്ളേരുമായിട്ട് എനിക്ക് തിരിച്ചങ്ങോട്ട് തന്നെ മറ്റൊരു പരിപാടി ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാം. എനിക്ക് പരിപാടികളൊന്നും കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. പക്ഷെ ചില പരിപാടികളൊക്കെ ഇപ്പം പിള്ളേർ അവതരിപ്പിച്ച് കാണുന്നു. സന്തോഷം. നമുക്കൊരു ഒരു പാട്ട് പാടിക്കൂടെ? ഒരു രണ്ടുപേരും ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് പാടി. അതുകൊണ്ട് അവര് പെട്ടെന്ന് പിരിച്ചു. ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് കിളി പോകും നേരം കുഞ്ഞിളം മെല്ലെ കോരിയെടുക്കാൻ വാ. അപ്പൊ ഇനിയിപ്പോ പുതുപ്പള്ളിയിലെ വീണ്ടും സജീവം തിരിച്ചു പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് തിരക്കാണ്, അറിയാം നമുക്ക്. ഞാൻ ഒരു ദിവസം രാത്രി ലേറ്റ് ഒരു 10 കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞ പരിപാടി കഴിഞ്ഞോടെ ഞാൻ തിരിച്ചു പോയതാണ്. ഇന്നലെ രാത്രി കൂടെ ഒന്ന് കിടന്ന് രാവിലെ എനിക്ക് പരിപാടി 10:30